ഇപ്പം സമയം പുലർച്ചെ 2:14. അപ്പോൾ ഏട്ടൻ ഇന്ന് നാട്ടിലേക്ക് വരുവാണ്. നമ്മളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ സേഫായിട്ടും ഹാപ്പി ആയിട്ടും നാട്ടിലെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ എൻ്റെത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഐറ്റംസും കൂടെ അതിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയാണ് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ആയിട്ട് വരുമ്പം ബേബിക്ക് നല്ലൊരു ഉടുപ്പിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ നോർമലി കെട്ടുടുപ്പായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഒരു വൈറ്റിൽ പീച്ച് കളർ പ്രിൻ്റ് വരുന്ന സെറ്റാണ്. ഇതിൻ്റെ ഉടുപ്പാണെങ്കിൽ ഫുൾ സ്ലീവ് ആണ്. അതിൻ്റെ കൂടെ പാൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊരു സെറ്റാണ്. അതായത് ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ബേബി നല്ല കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ബാത്ത് ടവലാണ്. ഞാൻ സാധാരണ വൈറ്റ് തോർത്ത് പിന്നെ കളർ തോർത്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ബാത്ത് ടവൽ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റാണ്. അതായത് നമുക്കിത് വൈപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ ഒരു ബ്ലാങ്കറ്റ് 2 പീസായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു പീസും പിന്നെ ഒരു വലിയൊരു പീസും. അപ്പോൾ ആ ചെറിയ പീസ് നമുക്ക് ബേബീനെ ഫീഡൊക്കെ ചെയ്തതിന് ശേഷം ഫേസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇതാണെങ്കിൽ ബേബീനെ റാപ്പ് ചെയ്ത് കിടത്താനും നല്ലതാണ് കേട്ടോ. അത്രയും സോഫ്റ്റാണ്. ഞാനിങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും സോഫ്റ്റാണ്. നമ്മുടെ കയ്യിലിങ്ങനെ ഒതുങ്ങിപ്പോവും. അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഹൂഡ ടവലാണ്. ഞാൻ ഇവിടുന്ന് ഹൂഡ ടവൽ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ബനിയൻ ക്ലോത്ത് വരുന്ന നേരിയ ടൈപ്പാണ് കേട്ടോ. പക്ഷേ ഇതാണെങ്കിൽ നല്ല കട്ടിയുള്ളതാണ്. ഇതും തണുപ്പ് സമയമൊക്കെ ബേബീനെ എടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഒരു വൈറ്റ് കളർ ഇതുപോലെ ടവൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ബേബീൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. വൈറ്റിലൊക്കെ ആകുമ്പോൾ ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിലും ബേബി ബ്ലാങ്കറ്റാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇതിങ്ങനെ 2ആയി മടക്കി നമുക്കിങ്ങനെ സിബ് ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ നമുക്ക് എന്തായാലും വേണ്ട ഒരു സാധനമാണ് ഫ്ലാസ്ക്. കാരണം എപ്പോഴും നമുക്ക് ചൂടുവെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു ഐറ്റമാണ്. ഇത് എമർജൻസി ഒക്കെ കത്തിക്കില്ലേ, അതുപോലെ നമുക്ക് ചാർജ് ചെയ്ത് കത്തിക്കാൻ പറ്റുന്നതാണ്. ഇതിലാണെങ്കിൽ കുറേ കളേഴ്സ് ലൈറ്റ് വരും. ഇതിൻ്റെ റിമോട്ട് എവിടെയോ ഉണ്ട്. ഞാനത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.